നമസ്കാരം. യുദ്ധം തീർന്നാലും ഇല്ലെങ്കിലും നമ്മൾ പരമാവധി സ്വയം പര്യാപ്തത നേടിയില്ലെങ്കിൽ ഭാവി ഭീകരമായിരിക്കും. ശൈലിംഗമുദ്ര ആരംഭിക്കുന്നു. ഒരല്പം റിസർവ് ഉള്ളതുകൊണ്ടായിരിക്കാം പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കാതിരിക്കുന്നത്. ബ്രന്റ് ക്രൂഡ് വില $106. നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോ ചൈനയിലാണ്. പോകുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് ദ സീസ് ഫയർ വാസ് ഓൺ ലൈഫ് സപ്പോർട്ട്. വെടിനിർത്തൽ ഇങ്ങനെ തൂങ്ങിയാടുകയാണ്. എപ്പോൾ വേണമെങ്കിലും വെടിനിർത്തൽ അവസാനിപ്പിക്കാം. ഇറാന് മേൽ വീണ്ടും ആക്രമണം ആരംഭിക്കാം. കാരണം അമേരിക്ക വയ്ക്കുന്ന ഉപാധികളൊന്നും ഇറാൻ അംഗീകരിക്കുന്നില്ല. ഇറാൻ പറയുന്ന മറുപടികൾ അമേരിക്കയ്ക്ക് സ്വീകാര്യവുമല്ല. എന്തോ ഒരു വേസ്റ്റ് പേപ്പറിന് തുല്യമായ എന്തോ എഴുതി കൊടുത്തെന്നാണ് ട്രംപ് പറയുന്നത്. അദ്ദേഹം ചൈനയിലോട്ട് പോകുമ്പോൾ ലോകത്തിലെ പ്രബലമായ രണ്ട് രാജ്യങ്ങളുടെ മേധാവികൾ അവരിക്കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം എന്തായിരിക്കുമെന്നത് ലോകം വളരെ ശ്രദ്ധയോടെ കാത്തിരിക്കുകയാണ്. ദി കമന്റ്സ് കെയിം ആസ് ട്രംപ് പ്രിപ്പയർസ്. ഈ സീസ് ഫയർ ലൈഫ് സപ്പോർട്ടിൽ കിടക്കുന്നു എന്ന് പറയുന്നതിനെ കുറിച്ചാണ്. ദ കമന്റ്സ് കെയിം ആസ് ട്രംപ് പ്രിപ്പയർസ് ടു മീറ്റ് ചൈനീസ് പ്രസിഡന്റ് ക്സി ജിൻപിങ് ഇൻ ബെയ്ജിംഗ് ഓൺ തേഴ്സ്ഡേ. ഇന്ന് അവിടെ യാത്ര തുടങ്ങി അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്നാണ് ചൈനീസ് പ്രീമിയറുമായിട്ട് കൂടിക്കാഴ്ച. എ ഹൈ സ്റ്റേക്സ് മീറ്റിംഗ് ദാറ്റ് വിൽ എൻറ്റർ അണ്ടർ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സ്ട്രെയിൻ ബാക്ക് ഹോം. അമേരിക്കയിലും യൂറോപ്പിലും എല്ലായിടത്തും ഉണ്ടായിരിക്കുന്ന ഈ സാമ്പത്തിക തിരിച്ചടികൾ യുദ്ധം കാരണം എന്ന് തന്നെ പറയുന്നുണ്ട്. അതിന് പരിഹാരമുണ്ടാക്കാൻ രണ്ട് രാജ്യങ്ങളും അമേരിക്കയും ചൈനയും ഒരുമിച്ച് ചേരണമെന്നുള്ളതായിരിക്കാം US പ്രസിഡന്റിന്റെ അഭ്യർത്ഥന. പക്ഷേ ചൈന അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ല. അപ്പോഴാണ് ബ്രന്റ് ക്രൂഡ് ക്ലൈംഡ് 2% ടു ട്രേഡ് അബോവ് $106 എ ബാരൽ. നമ്മൾ 100 എത്തുമ്പോൾ തന്നെ നമുക്കിവിടെ പലപ്പോഴും പല മന്ത്രിസഭകളുടെ കാലത്തും ഈ NDA മാത്രമല്ല അതിന് മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. എപ്പോഴൊക്കെ ബ്രന്റ് ക്രൂഡ് $100 എടുത്തിട്ടുണ്ടോ അപ്പോഴൊക്കെ നമ്മുടെ ഇവിടെ വില കൂടിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 106 ആകുമ്പോഴും എനിക്ക് തോന്നുന്നു 60 ദിവസത്തെ 2 മാസത്തേക്ക് റിസർവ് ചിലപ്പോൾ കാണുമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം പരമാവധി നീട്ടിക്കൊണ്ടുപോകുന്ന. അതേസമയത്ത് പ്രധാനമന്ത്രി പറഞ്ഞല്ലോ സ്വർണ്ണ ഇറക്കുമതി ചെയ്യുന്നത് കുറയ്ക്കണം, ഓൺലൈൻ ക്ലാസ്സുകളിലോട്ടൊക്കെ പോകണം, തുടങ്ങിയ ജീവിത ശൈലി മാറ്റം വരണം എന്നൊക്കെ പറയുന്നത് പല ലോക നേതാക്കളും ഇപ്പോൾ ആവർത്തിക്കുകയാണ്. സിംഗപ്പൂർ പ്രസിഡന്റും അത് തന്നെ പറഞ്ഞു. സിംഗപ്പൂർ വളരെ വലിയ പ്രതിസന്ധി നേരിടാൻ പോവുകയാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളോടൊപ്പം യുദ്ധം തീർന്നാൽ പോലും കുറെ കാലത്തേക്ക് ഈ ബുദ്ധിമുട്ട് നീണ്ടു നിൽക്കും. അങ്ങനെ ഓരോ ലോക നേതാക്കളും ഈ വിഷയം വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. Brent crude climbed 2% to trade above $106 a barrel with the impasse between the US and Iran prolonging the disruption of flows through the strait. ഹോർമസ് സ്ട്രേറ്റിൽ കൂടെയുള്ള ഇത് വരുന്നത് തടസ്സപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ക്രൂഡ് $106 എത്തിയിരിക്കുന്നു. ഇവിടെ ശൈലിംഗമുദ്ര തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതുപോലുള്ള പ്രതിസന്ധികൾ ഉക്രൈൻ റഷ്യ വാർ ഉണ്ടാവാം, ഇപ്പോൾ നടക്കുന്ന ഇറാൻ അമേരിക്ക ഉണ്ടാവാം, ഇനി ഇത് കഴിയുമ്പോൾ ചൈന തൈവാൻ, അടുത്തടുത്ത് ഓരോരുത്തർ തയ്യാറെടുക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ, ഇങ്ങനെ തൊട്ടടുത്ത രാജ്യങ്ങൾ തമ്മിൽ എപ്പോഴും സംഘർഷം ഉണ്ടായിരിക്കുമ്പോൾ ഈ സാഹചര്യം ഇനിയും ആവർത്തിക്കപ്പെടാം. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഇന്ത്യ പോലുള്ള ഒരു രാജ്യം ചെയ്യേണ്ടത് ഊർജ മേഖല മാത്രമല്ല, എല്ലാ മേഖലയിലും സപ്ലൈ ചെയ്യുന്ന ബാധിക്കുന്ന എല്ലാ മേഖലയിലും നമ്മൾ സ്വയം പര്യാപ്തത നേടുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു മാസം മുമ്പോ മറ്റുമാണ് പൂനെയിൽ നിന്ന് DME ഡൈ മീഥൈൽ ഈതർ എന്ന് പറയുന്ന LPGക്ക് ബദലാകാവുന്ന ഒരു ഇന്ധനത്തെക്കുറിച്ച് നമ്മൾ കേട്ടത്. അതവിടെ തീർന്നു. അതപ്പോൾ തന്നെ പലരും പറഞ്ഞു മിക്കവാറും ആ സയന്റിസ്റ്റിനെ വെടിവെച്ചു കൊല്ലും, അല്ലെങ്കിൽ ഗവേഷണം അവിടെ അവസാനിക്കും, തീർന്നു. നമ്മുടെ DME കുറിച്ച് പിന്നെ കേൾക്കുന്നില്ല. നമുക്ക് പതിറ്റാണ്ടുകളുടെ അനുഭവമുണ്ട്.
തോറിയം എന്ന് പറയുന്ന ഒരു ഫ്യൂവൽ ദാ വരുന്നു എന്ന് പറയുന്നത് കേട്ടു തുടങ്ങിയിട്ട് 10-20 വർഷമായി. ഇപ്പോഴും കേൾക്കുന്നില്ല. ചൈന കപ്പലിറക്കി, തോറിയം ഫ്യൂവലിൽ ചൈന കപ്പലിറക്കി. അമേരിക്കയും ആ ഗവേഷണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്ത്യ ഒരു മൗലികമായ വളർച്ച ഇത്തരം രംഗങ്ങളിൽ ഒന്നുമില്ല. പലരും അനുവർത്തിച്ച പല കാര്യങ്ങൾ, റോഡ് നെറ്റ്വർക്ക് ആയാലും റെയിൽവേ ആയാലും വിമാനങ്ങളായാലും പോർട്ടുകളായാലും ഇതെല്ലാം ലോകത്തിൽ പ്രൂവ് ചെയ്തത് അവർക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി പാർക്ക് ചെയ്യണം. ലോക ക്യാപിറ്റലിന് വേറെ എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് കുറച്ച് റോഡ് നെറ്റ്വർക്കും റെയിൽവേ ഒക്കെ കിട്ടുന്നത്. അല്ലാതെ തനതായ ഒരു ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഔട്ട്പുട്ടുകൾ ഇന്ത്യയിൽ വളരെ കുറവാണ്. അതുകൊണ്ടാണ് എനർജി രംഗത്ത് ഒരുപക്ഷെ ലോകത്തിന്റെ പാതയിൽ നിന്ന് മാറി ഇന്ത്യ സഞ്ചരിക്കേണ്ടി വരും. പെട്രോളും ഡീസലിനും അടിസ്ഥാനമാക്കിയാണ് ലോകത്തെ വണ്ടികൾ ഇറങ്ങുന്നതെങ്കിൽ നമ്മുടെ എത്തനോൾ ബേസ് ചെയ്തുകൊണ്ടുള്ള വാഹനങ്ങൾ നമ്മൾ ഇറക്കണം. ബ്രസീൽ അങ്ങനെയാണ്. അവിടെ എത്തനോളിന് മാത്രമായിട്ട് പെട്രോൾ പമ്പുകളുണ്ട്. ഇതിനിടയ്ക്ക് ഒരു സുഹൃത്ത്, സേലിംഗമിന്റെ സുഹൃത്ത് ഒരു മെസ്സേജ് അയച്ചിരുന്നു. നിങ്ങൾ എത്തനോൾ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, ഞങ്ങൾ ഈ എത്തനോൾ പെട്രോളിൽ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ഡീസലിൽ മിക്സ് ചെയ്തതിന്റെ ദുരിതങ്ങൾ അനുഭവിക്കുകയാണെന്ന്. സേലിംഗമിന്റെ ഒരിക്കലും എത്തനോൾ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. എത്തനോൾ പ്രൊമോട്ട് ചെയ്യുന്നുമില്ല. എത്തനോൾ പ്രൊമോട്ട് ചെയ്യണമെന്നുള്ള വാദവുമില്ല. പകരം കാരണം എന്താണ്? എത്തനോൾ എന്ന് പറയുന്നത് ഫുഡ് വേഴ്സസ് ഫ്യൂവൽ. നമ്മുടെ കരിമ്പ്, ചോളം അതുപോലുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ നിന്നാണ് എത്തനോൾ എടുക്കുന്നത്. ഒരിക്കലും അത് സ്ഥായിയായ ഒരു ഉൽപാദനം നൽകില്ല. കാരണം ഫുഡ് ക്രൈസിസ് ഉണ്ടാവും. നമ്മൾ പറയുന്നത് എന്താണ്? ആർക്കും വേണ്ടാതെ കിടക്കുന്ന ചില പാഴുകളുണ്ടല്ലോ, നമ്മുടെ ഇവിടെയുള്ള ചില പാഴുകൾ പോലെ, മരവാഴകൾ പോലെ, കുളവാഴകൾ പോലെയുള്ള മാലിന്യം, മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് എടുത്തുകൊണ്ട് മെത്തനോൾ ഉണ്ടാക്കണം. അതും ആഭ്യന്തര വിപണിയിൽ കൊടുക്കണമെന്ന് തൽക്കാലം പറയുന്നില്ല, ക്രമേണ കൊടുക്കേണ്ടി വരും. നമ്മൾ അന്തർദേശീയ മാർക്കറ്റിൽ കപ്പലുകൾക്ക് നൽകണമെന്നാണ് നമ്മുടെ വാദം. അപ്പൊ അങ്ങനെയുള്ള മൗലികമായ ഗവേഷണങ്ങളിൽ ഇന്ത്യ ഏർപ്പെട്ടുകൊണ്ട് ഇത്തരം ബാഹ്യ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാൻ എപ്പോഴും ഇന്ത്യക്ക് തനതായ ഉൽപ്പന്നങ്ങളും തനതായ ഗവേഷണങ്ങളും ഉണ്ടാവണം. അത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചില്ലെങ്കിൽ ഹോർമോസ് അടയ്ക്കുമ്പോഴും സൂയസ് അടയ്ക്കുമ്പോഴും പനാമ അടയ്ക്കുമ്പോഴും മലാക്ക അടയ്ക്കുമ്പോഴും നമ്മൾ അതിന്റെ ഇരകളായി തീരുന്നത് ഒഴിവാക്കണമെങ്കിൽ സാധാരണ ജനങ്ങൾ തുടങ്ങി പ്രധാനമന്ത്രി, പ്രസിഡന്റ് വരെ ഇത്തരമൊരു കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇനിയൊരു ട്രാക്കത്തോണാണ്. നമ്മുടെ ബാംഗ്ലൂർ ബ്രസീലിനേക്കാൾ അപ്പുറത്താണ്. നമ്മൾ വിചാരിക്കുന്ന ബാംഗ്ലൂർ ഇവിടെ അടുത്തെന്നല്ലേ? അങ്ങനെയല്ല. ബ്രസീലിനെക്കാളും അപ്പുറമാണ് നമ്മുടെ ബാംഗ്ലൂർ. ഒരു ട്രാക്കത്തോണാണ് ആ കഥ പറഞ്ഞു തരുന്നത്. വിപിനാണ് അത് ട്രാക്ക് ചെയ്തത്. കണ്ടെയ്നർ അയച്ചു തന്ന വിപിനാണ് ബാംഗ്ലൂർ ചെന്നൈ TRV ഇവിടെ തന്നെ വരുന്നു. TRV സാന്റോസ്, ബ്രസീലിലെ സാന്റോസ്. ആകെ എടുക്കുന്ന 50 ദിവസമാണ്. ഈ 50 ദിവസത്തിൽ 23 ദിവസമാണ് TRV സാന്റോസ്. ഇവിടെ നിന്ന് നേരെ അതിനിടയ്ക്ക് വിശ്വനാഥൻ സുബ്രഹ്മണ്യം ഒരുക്കിയപ്പോൾ ചോദിച്ചു, TRVയിൽ വരുന്നതും പോകുന്നതുമായ കപ്പലുകളെല്ലാം നേരിട്ട് വരികയാണ്, എവിടെയും ട്രാൻസ്ഷിപ്മെന്റ് ഇല്ലേ? എവിടെയും ട്രാൻസ്ഷിപ്മെന്റ് ഇല്ല. അതാണ് പ്രത്യേകത. വളരെ ദൂരെ നിന്നുള്ള ഓരോ കപ്പൽ യാത്ര പുറപ്പെടുമ്പോൾ അത് നേരെ TRVയിൽ വരാനാണ് ആ യാത്ര പ്ലാൻ ചെയ്യുന്നത്. ആ വോയേജ് അങ്ങനെയാണ് അവര് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം എന്താണ്? വലിയ കപ്പലുകളാണ് ഇവിടെ വരുന്നത്, മദർ വെസലുകളാണ് കൂടുതൽ വരുന്നത്. അത്തരം കപ്പലുകൾ വിദൂര ദേശങ്ങളിൽ നിന്ന് നേരിട്ട് ഇവിടെ വരികയും പരമാവധി കണ്ടെയ്നറുകൾ ഇവിടെ ഡിസ്ചാർജ് ചെയ്യുകയും ആ കണ്ടെയ്നറുകൾ ചെറിയ ചെറിയ പോർട്ടുകളിലോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന രീതിയാകുമ്പോൾ നേരിട്ട്, അതാണിപ്പോൾ ഇവിടെ കണ്ടില്ലേ, TRVയിൽ നിന്ന് നേരെ ബ്രസീലിലെ സാന്റോസിലോട്ട് പോകുന്നു. ഇതിനിടയ്ക്ക് സൗത്ത് ആഫ്രിക്കയുണ്ട്, കിഴക്കൻ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളുമുണ്ട്, അവിടെ ഒന്നും കയറുന്നില്ല. യൂറോപ്പുണ്ട്, പോർച്ചുഗലിലുണ്ട്. ഇവിടെയൊക്കെ വേണമെങ്കിൽ കയറിയിട്ട് ബ്രസീലിൽ പോവാം. പക്ഷെ അവിടെ ഒന്നും കയറാതെ നേരിട്ട് ബ്രസീലിൽ പോകുന്നത് ഇത്തരം ലോങ് വോയേജിന് പറ്റിയ പോർട്ടാണ് TRV എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യയിൽ അത്തരത്തിൽ വേറെ പോർട്ട് ഈ പറയുന്ന ലൊക്കേഷണൽ അഡ്വാൻറ്റേജ് ഉള്ള സ്ഥലങ്ങളിൽ ഇല്ല. അതുകൊണ്ട് നേരിട്ട് തന്നെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഈ TRVയിൽ നിന്ന് നേരിട്ട് സാന്റോസിൽ പോകാൻ 23 ദിവസമെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് TRVയിൽ വരെയുള്ള സമയം എടുത്തിരിക്കുന്നത് 27 ദിവസമാണ്. 27 ദിവസമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ബാംഗ്ലൂർ ബ്രസീലിനേക്കാൾ അപ്പുറമാണ്.
23 ദിവസം കൊണ്ട് എത്താവുന്ന ഒരു ദൂരത്തിന് അപ്പുറമല്ല 27 ദിവസം എടുക്കേണ്ടതുള്ളൂ. ഇതാണ് നേരിട്ട് ഗേറ്റ് തുറക്കാത്തത് കാരണം കണ്ടെയ്നറുകൾ ഇങ്ങനെ വളഞ്ഞു ചുറ്റി പല പോർട്ടുകൾ കയറി ഇറങ്ങി വരുന്നതിലൂടെ ഇന്ത്യൻ വ്യവസായി, ബാംഗ്ലൂരിലുള്ള ഏതെങ്കിലും വ്യവസായി ആയിരിക്കാം, ആ വ്യവസായിയുടെ ഉൽപ്പന്നം 50 ദിവസം കഴിയുമ്പോഴാണ് സാന്റോസിൽ എത്തുന്നത്. TRV വഴിയാണെങ്കിൽ ബാംഗ്ലൂർ ട്രിവാൻഡ്രം ഒരു ദിവസം വേണ്ട, ഒരു ദിവസം വെച്ചാൽ പോലും 24ാമത്തെ ദിവസം അല്ലെങ്കിൽ 25ാമത്തെ ദിവസം സാന്റോസിലെത്തും. അങ്ങനെ പാടില്ല എന്ന് തീരുമാനിക്കുന്നവരാണ് കേരളം ഭരിച്ചിരുന്നവർ. ഇനി ഭരിക്കാൻ പോകുന്നവരും അങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം, നമുക്ക് നോക്കിയിരിക്കാം.